ഡയറ്റ് തുടങ്ങിയതുകൊണ്ട് തന്നെ അച്ഛൻ ഇപ്പോൾ വെളുപ്പിന് എണീറ്റ് പോകുമ്പോൾ ചില ദിവസങ്ങളിൽ ഓട്സ് കഴിച്ചിട്ടാണ് പോകുന്നത്. അങ്ങനെയാണെങ്കിൽ ഞാൻ എണീറ്റിട്ട് ഓട്സൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ട് ഞാൻ വീണ്ടും കിടന്നുറങ്ങും കേട്ടോ. അങ്ങനെ വീണ്ടും കിടന്നുറങ്ങിയതിന് ശേഷം എണീറ്റതാണ് ഇത്. പക്ഷേ എണീറ്റ് നോക്കിക്കഴിഞ്ഞ് കറികളൊക്കെ ഒന്ന് ചൂടാക്കാമല്ലോ എന്ന് വിചാരിച്ച് ഗ്യാസ് ഓണാക്കി കഴിഞ്ഞപ്പോഴത്തേക്കും ഗ്യാസ് കഴിഞ്ഞു. ഇനി ആൾ വരണം ഗ്യാസ് ഒന്ന് ഓർഡർ ചെയ്യാനായിട്ട്. അപ്പോൾ ഒരു 9:30, 9:45, 10 മണി വരേക്കും ഞാൻ ഇൻഡക്ഷൻ കുക്കറിൽ പണിയാമെന്ന് വിചാരിച്ചു. ഇത് ഗ്യാസ് കഴിയുമ്പോൾ മാത്രം പുറത്തെടുക്കാറുള്ളൂ കേട്ടോ. പുറത്തെടുക്കാന്ന് മീൻസ് അത് ഓൺ ചെയ്യാറുള്ളൂ, അത് അവിടെ തന്നെ ഉണ്ടാവും കേട്ടോ. അങ്ങനെ ചൂടാക്കാനുള്ളതൊക്കെ വേഗം തന്നെ ചൂടാക്കി. പിന്നെ രാവിലെ എണീറ്റപ്പോൾ തന്നെ ഞാൻ ആദ്യം ചെയ്തത് തേങ്ങ പുറത്തെടുത്ത് വെക്കണമായിരുന്നു കേട്ടോ. അപ്പോൾ ആ ഫ്രീസറിൽ നിന്നുള്ള തണുപ്പ് വേഗം തന്നെ പോയി കിട്ടും. വെയിലൊക്കെ കൊണ്ട് നല്ല ചൂടല്ലേ പുറത്ത്, അതുകൊണ്ട് വേഗം തന്നെ തണുപ്പ് പോയി കിട്ടും. അപ്പോൾ എനിക്ക് ചമ്മന്തി അരയ്ക്കേണ്ട സമയമായപ്പോഴത്തേക്കും ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോൾ തേങ്ങയുടെ തണുപ്പൊക്കെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറച്ച് ദിവസത്തേക്ക് ദോശയ്ക്ക് ഒരു വിരാമമായിരുന്നു. ഇപ്പോൾ വീണ്ടും ദോശമാവ് വാങ്ങിയിട്ടുണ്ട്. അങ്ങനെ ദോശയും ചമ്മന്തിയുമാണ് കേട്ടോ ബ്രേക്ക്ഫാസ്റ്റിന്. എനിക്കെന്താണെന്നറിയില്ല, ദോശ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പ്രത്യേകിച്ച് ഈ ദോശയിൽ ഇങ്ങനെ കുറേ നെയ്യൊക്കെ ഒഴിച്ചിട്ട് നന്നായിട്ട് എന്ന് പറഞ്ഞാൽ ഒരുപാടങ്ങ് മൊരിച്ചെടുക്കല്ല. ഐശ്വനൊക്കെ നല്ലോണം മൊരിഞ്ഞെടുക്കണം, ചാച്ചനായാലും നല്ലോണം മൊരിച്ചെടുക്കണം. എനിക്ക് അത്രയും മൊരിഞ്ഞത് ഇഷ്ടമല്ല കേട്ടോ. എന്നിട്ട് ഈ നല്ല നെയ്യൊക്കെ തേച്ചിട്ട് നല്ല ചമ്മന്തിയും കൂട്ടി ഒരു പിടി പിടിച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ, അതുകൊണ്ടാണോ എന്നറിയില്ല, ഞാൻ എപ്പോൾ നെസ്റ്റോയിൽ പോയി കഴിഞ്ഞാൽ വേറെ ഒന്നും എടുത്തില്ലെങ്കിലും ദോശമാവ് എടുക്കാൻ ഞാൻ മറക്കാറില്ല കേട്ടോ. പക്ഷെ എപ്പോഴും ചാച്ചനും ഐശ്വൊക്കെ പറയും അയ്യോ ദോശ തിന്ന് മടുത്തു എന്ന്. അങ്ങനെ ചാച്ചൻ വന്നതിന് ശേഷം ഗ്യാസ് ഓർഡർ ചെയ്തു. 1 മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്കും ഗ്യാസ് എത്തി കേട്ടോ. അപ്പോൾ ഇന്ന് ഒരു ചിക്കൻ പാൽക്കറി വെക്കാമെന്നാണ് എൻ്റെ പ്ലാൻ ഉണ്ടായിരുന്നത്. നോക്കി കഴിഞ്ഞപ്പോൾ ഉരുളക്കിഴങ്ങ് ഉണ്ടായിരുന്നില്ല. എനിക്കാണെന്നുണ്ടെങ്കിൽ ചിക്കനിൽ ഉരുളക്കിഴങ്ങ് ഇട്ട് വെക്കണമെന്ന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ ഉരുളക്കിഴങ്ങ് ഓർഡർ ചെയ്ത് സാധനം എത്തി. ഞാൻ എൻ്റെ കറിപ്പരിപാടിയൊക്കെ സ്റ്റാർട്ട് ചെയ്ത്. മുമ്പുണ്ടല്ലോ അമ്മയാണെന്നുണ്ടെങ്കിൽ ചിക്കൻ വെക്കുമ്പം ചിക്കൻ ആദ്യം വറുത്തിട്ടാണ് പിന്നെ കറി വയ്ക്കാറുണ്ടായിരുന്നത്. ഒരിടയ്ക്ക് എനിക്കത് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. പിന്നെ എന്താണെന്നറിയില്ല, ചിക്കൻ വറുത്ത് കറി വയ്ക്കുന്നത് ഇഷ്ടമല്ലാണ്ടായി. ഇപ്പം എൻ്റെ ഫേവറേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലെ വെക്കുന്ന ഒരു പാൽക്കറിയാണ് കേട്ടോ. കുറച്ച് കഴിയുമ്പോൾ മിക്കവാറും ഇതും എടുക്കാൻ ചാൻസ് ഉണ്ട്, കാരണം മിക്കപ്പോഴും ഞാൻ ഇത് തന്നെയാണ് വെക്കാറുള്ളത്. അപ്പം ഇത്രയൊക്കെയാണ് വിശേഷം. അടുത്ത വിശേഷം നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ.